വീടുകളിൽ മനുഷ്യരുടെ ആത്മാഭിമാനം പണയപ്പെടുത്തുന്ന വിധം സ്ഥിരം ബോർഡുകൾ വെക്കണം. PMAY സഹായം കിട്ടുന്ന വീടുകളിൽ അർബൻ സ്ഥിരം ബോർഡുകൾ വെക്കണം. ഇതായിരുന്നു അവരുടെ ആവശ്യം. PMAY 2 സമയത്താണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചത്. എഗ്രിമെന്റ് വെക്കണമെങ്കിൽ ഈ നിബന്ധനയിൽ ഒപ്പിടണം എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഒരു വലിയ ഫൈറ്റ് എടുത്താണ്. ആ ഫൈറ്റിൽ, മലയാളിയുടെ ആത്മാഭിമാനത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന ഫൈറ്റിൽ ഏകപക്ഷീയമായി ഇപ്പോൾ UDF സർക്കാർ കീഴടങ്ങാൻ പോകുന്നുവെന്നാണ് മന്ത്രി ശ്രീ ഷാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഷാജിയോട് പറയാനുള്ളത്, മോദിക്ക് വേണ്ടി മലയാളികളുടെ വീട്ടിൽ ചാപ്പയടിക്കാൻ ശ്രീ ഷാജി വരണ്ട. ഷാജി വേറിട്ടൊരാളാണ്. ഷാജിയുടെ തങ്ങൾ പാണക്കാട്ടല്ല, മോദിയാണ് ഷാജിക്ക് തങ്ങൾ. മനസ്സിൻ്റെ ചുവരിൽ വളരെ പണ്ടേ തന്നെ മോദിയെ ഒട്ടിച്ച ആളാണ് ശ്രീ ഷാജി. അത് ആ മനസ്സാരും കാണാതെ പോകരുത്. യാ സയ്യിദ് അറ്റ് പാണക്കാടല്ല, യാ മോദി അറ്റ് നാഗപ്പൂറാണ് ഷാജിയുടെ മന്ത്രം. ഇത് പണ്ടേ ഷാജി പറഞ്ഞിട്ടുണ്ട്. 2013 മാർച്ച് 6 കടബന്തൂരിൽ നടത്തിയൊരു പ്രസംഗമുണ്ട് ശ്രീ ഷാജി. അതിലാണ് മോദിയെ ഷാജി വാനോളം പുകഴ്ത്തിയത്. ഗുജറാത്ത് വംശഹത്യയിൽ മോദിക്ക് ഇന്ത്യയിൽ ആദ്യമായി ക്ലീൻ ചിറ്റ് കൊടുത്ത രാഷ്ട്രീയ നേതാവ് ഷാജിയാണ്. ആ പ്രസംഗത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഗുജറാത്ത് വംശഹത്യയിൽ മോദിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തത് ഷാജിയാണ്. അത് 2013 മാർച്ച് 6 കടവത്തൂരിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലാണ്. അദ്ദേഹം എന്ന് പറഞ്ഞത് ഞാൻ കോട്ട് ചെയ്യുകയാണ്. ഗുജറാത്ത് കലാപത്തിൽ മോദിക്ക് പങ്കില്ല. ഷാജിയുടെ പ്രസംഗമാണ്. അതിൽ ഹിന്ദുത്വ അജണ്ടയുണ്ടായിരുന്നില്ല. വികസന കാര്യത്തിൽ ഗുജറാത്തിനെ മാതൃകയാക്കാം. 2013 മാർച്ച് 6 കടവത്തൂരിൽ ഷാജി നടത്തിയ പ്രസംഗമാണ്. ഇപ്പോ അതേ ഷാജി മോദിയുടെ പദ്ധതി ചാപ്പയടിക്കാൻ വരികയാണ്. അതിന് മലയാളിയുടെ ആത്മാഭിമാനത്തിൻ്റെ ചുവരു കിട്ടില്ല എന്നാണ് ഷാജിയെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ ജീവിക്കാനുള്ള അവകാശം എന്നാൽ ആത്മാഭിമാനത്തോട് ജീവിക്കാനുള്ള അവകാശം എന്നാണ് അതിൻ്റെ അർത്ഥം. ഭരണഘടനയുടെ 21ാം അനുച്ഛേദം ഇതുകൂടി ഉൾപ്പെടുന്നതാണ്, റൈറ്റ് ടു ലൈഫ്. അല്പം മുമ്പ് ഷാജിയുടെ വാർത്താ സമ്മേളനം ഞാൻ കണ്ടു. അതിൽ അദ്ദേഹം പറയുകയാണ് വളരെ തന്ത്രപൂർവ്വം, ഞാൻ മോദിയുടെ പടം എവിടെയെങ്കിലും വെക്കുമെന്ന് പറഞ്ഞു. മോദിയുടെ പടമല്ല വെക്കുന്നത്, മറിച്ച് ബ്രാൻഡിംഗ് ആണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ iPad എടുത്ത് കാണിക്കുകയാണ്. ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കാണിക്കുകയാണ്. സൗജന്യം കിട്ടിയ വീട്ടിൽ കിടക്കുന്നവനാണ് ഈ പറയുന്ന ഷാജി. പ്രശ്നത്തെ ഗോൾ പോസ്റ്റ് മാറ്റി വെക്കേണ്ട. മോദി പറഞ്ഞ ചാപ്പയിൽ മോദിയുടെ പടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. മോദി കൊടുത്തുവിട്ടിരിക്കുന്ന ചാപ്പയിൽ മനുഷ്യന്റെ ആത്മാഭിമാനം കളങ്കപ്പെടും എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അത് കാണാതെ പോകും. ഞങ്ങൾ എതിർത്തതും അതിൻ്റെ ഗ്രൗണ്ടിലാണ്. അത് ഭരണഘടനയുടെ 21ാം അനുച്ഛേദത്തിൻ്റെ ലംഘനമല്ലേ? എന്താ ലീഗിൻ്റെ അഭിപ്രായം? എന്താ കോൺഗ്രസിൻ്റെ അഭിപ്രായം? സൗജന്യം കിട്ടിയ വീട്ടിൽ കിടക്കുന്നവനാണ് എന്ന ബോധം ഒരു മനുഷ്യനിൽ ഉണ്ടാകാൻ പാടില്ല, മലയാളിക്ക് ഉണ്ടാകാൻ പാടില്ല. അത് മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തും. എന്തേ അത് മനസ്സിലാക്കാൻ ഷാജി കഴിയാത്തേ? ഷാജി ഇന്ന് വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ വേറൊന്നും ചെയ്തില്ല, ഈ മോദിയുടെ പടമൊന്നുമില്ല എന്നാണല്ലോ പറഞ്ഞത്. മോദിയുടെ പടം വേണ്ട, മോദിയുടെ പടത്തിൻ്റെ കാര്യം മാത്രമാണോ? അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലൊരു മാധ്യമപ്രവർത്തകൻ അനൂപ് ദാസ്, അദ്ദേഹത്തിൻ്റെ യാത്ര, ഉത്തരേന്ത്യൻ യാത്രയിൽ ഡയറിയിൽ അദ്ദേഹം നടത്തിയ ഒരു സ്റ്റോറി നിങ്ങളുടെ ഒരു ചാനൽ പ്രക്ഷേപണം ചെയ്തതാണ്. കണ്ടോ? വീട് കണ്ടോ? ഷാജി പറഞ്ഞ ഷാജിയുടെ സ്വപ്നത്തിലെ മോദിയുടെ ചാപ്പയാണിത്. കണ്ടോ? ഒരു വീടിൻ്റെ പുറത്ത്. തീരുന്നില്ല, അതേ അടുത്ത് അതിൽ തന്നെ കാണാം. ആ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷാജിയുടെ സ്വപ്നത്തിലെ വീടാണ്. കണ്ടോ? ഏത് ചാപ്പ? ഇതുപോലെ സ്ഥിരം ബോർഡ് വെക്കാനാ. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇന്ന് രാവിലെ ശ്രീ ഷാജി പറയാണ്, ഞാൻ മോദിയുടെ പടം വെക്കാൻ പറഞ്ഞില്ലല്ലോ എന്നാണ്. ഇങ്ങനെ വെക്കാനാ, ഇങ്ങനെ പെർമനന്റ് ആയ ബോർഡ് വെക്കാനാ ഷാജി പറഞ്ഞത് മോദി? PMAY അർബൻ 2ാം ഘട്ടം എത്തിയപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് എന്താ പറഞ്ഞത്? ഇങ്ങനെ സ്ഥിരം ബോർഡ് വെച്ച് ചാപ്പയടിക്കാൻ മലയാളിയുടെ വീട് കിട്ടില്ല. ഇതാണ് തർക്കം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ അടിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും?
നമുക്കെല്ലാം വീടുണ്ടല്ലോ, നമുക്കെല്ലാം ആത്മാഭിമാനം ഉണ്ടല്ലോ. എന്താ ഞാൻ നേരത്തെ പറഞ്ഞ റൈറ്റ് ടു ലൈഫ് പറഞ്ഞ്? എത്ര കോടതി വിധികളാണ്, സുപ്രീം കോടതി വിധികളാണ് റൈറ്റ് ടു ലൈഫിനെ വിശദീകരിച്ചത്? ഇന്ന് രാവിലെ നടത്തിയ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പോലും മനുഷ്യന്റെ ആത്മാഭിമാനത്തെക്കുറിച്ചുള്ള ഒരാശങ്കയും ശ്രീ ഷാജി മിനിസ്റ്റർക്കില്ല. അദ്ദേഹം അത് പ്രകടിപ്പിച്ചേ കാണുന്നില്ല.